Discover, learn, achieve. Empowering young minds for a promising future. Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Palapuram and Lakshmi Narayana Junior School, Ottapalam. ഒറ്റപ്പാലം നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയമെന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരാത്തൊടി. ഒറ്റപ്പാലം നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരാത്തൊടി. നഗരസഭ നടത്തിയ മഴക്കാല പൂർവ്വ ശുചീകരണം 39 വാർഡുകളിലും പരാജയമായെന്നും മഴ തുടങ്ങിയപ്പോൾ തന്നെ പല ഭാഗത്തും വെള്ളക്കെട്ടാണെന്നും സുമേഷ് ചിരാത്തൊടി ആരോപിച്ചു. അതായത് ഉൾനാടൻ റോഡുകളാണ്. പോരാത്തതിന് ഇപ്രാവശ്യത്തെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ 39 വാർഡിലും വമ്പേ പരാജയമാണ് എന്നുള്ളത് പറയാതെ വയ്യ. 1-2 മഴ പെയ്തപ്പോൾ തന്നെ നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളാണ്. ഇപ്പോൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലത്തെ വെള്ളക്കെട്ടും അതേമാതിരി ഇന്നലെ 19-ാം മൈലിലെ ഹൈവേയിലൊക്കെ വെള്ളക്കെട്ടുകളാണ്. ഗ്രാമീണ റോഡുകളും പ്രധാന റോഡുകളും അടക്കം യാത്ര യോഗ്യമല്ല എന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെട്ട പല റോഡുകളുടെയും നവീകരണം നടത്താത്തതാണ് ഇതിനെല്ലാം കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ റോഡുകൾ തകർന്നടിഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം അത് ഇവിടുത്തെ ഒറ്റപ്പാലം നഗരസഭയുടെ വലിയൊരു പോരായ്മ തന്നെയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റുകളൊക്കെ കൃത്യമായി നടപ്പിലാക്കിയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ മഴക്കാലത്ത് ജനങ്ങൾക്ക് വളരെ അധികം നല്ല രീതിക്ക് പല റോഡുകളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ നീക്കിവെച്ച തുക 2 സാമ്പത്തിക വർഷത്തെയും റോഡ് നവീകരണത്തിന് തികയാതെ വരുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് നഗരസഭ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ റോഡിന് പാസ്സാക്കിയിട്ടുള്ള പല പ്രൊജക്റ്റുകളും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൽ വെച്ചിട്ടും എത്ര റോഡുകളാണ് നഗരസഭയ്ക്ക് സാധിക്കുക? കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൊജക്റ്റുകൾ തന്നെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇപ്രാവശ്യം നമ്മൾ വെച്ചിട്ടുള്ള റോഡുകൾ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റാത്ത അത്ര സാമ്പത്തിക ബാധ്യതകൾ വരും. അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നഗരസഭ നടത്തുന്നില്ല.